പറയുമ്പോൾ ഭയങ്കര സിമ്പിളാണ്. പല ആളുകളും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്യാൻ ചെല്ലുമ്പം നമ്മൾ ശരിക്കും സിമ്പിളല്ലേ, ഇതിപ്പോൾ എന്ത് പ്രാക്ടീസ് ചെയ്യാൻ. പക്ഷെ പ്രാക്ടീസ് ചെയ്യാൻ ഭയങ്കര പാടാണ്. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ലൈഫ് നമ്മൾ വിചാരിക്കുന്നതിനപ്പുറത്ത് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും. എന്താണെന്നല്ലേ, പ്രസൻറ്റ് മൊമെൻറ്റിൽ ജീവിക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ സിമ്പിളാണ്. നമ്മളും കൂടുതലും നമ്മൾ ജീവിക്കുക ഫ്യൂച്ചറിനെ ഓർത്തിട്ട് വറി ചെയ്തിട്ടാണ് ജീവിക്കുക. അയ്യോ എന്താവും എന്താവും എന്നുള്ള വറീസാണ്. അല്ലെങ്കിൽ പാസ്റ്റിനെ ഓർത്തിട്ടാണ് ജീവിക്കുക. അയ്യോ പറ്റിപ്പോയല്ലോ, അബദ്ധം പറ്റിപ്പോയല്ലോ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് നമ്മൾ ജീവിക്കാറ്. റിയാലിറ്റിയിൽ ഫ്യൂച്ചർ എന്ന് പറയുമ്പം നമ്മൾ ചിന്തിക്കുക കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുക. നമ്മൾ അടുത്ത മൊമെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നത് പോലും ഒരു ഫ്യൂച്ചറിലുള്ള സംഭവമാണ്. റിയാലിറ്റിയിൽ ഈ ഒരു മൊമെൻറ്റിൽ പ്രസൻറ്റിൽ നമുക്ക് ഹാപ്പി ആയിട്ട് പ്രസൻറ്റിൽ നമുക്ക് ഫുള്ളി ഇൻവോൾവ് ആയിട്ട് ജീവിക്കാൻ കഴിയുന്നിടത്താണ് നമ്മൾ മാറ്റങ്ങൾക്ക് തുടക്കം വരിക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു മൊമെൻറ്റിൽ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ ജീവിതത്തിൽ നാളെ എന്ത് സംഭവിക്കും. നാളെ ഇപ്പോൾ ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. അയ്യോ ഞാനിപ്പോൾ അതിൽ പാസ്സാവുമോ പാസ്സാവില്ലേ, നാളത്തെ കാര്യമാണ്. ഞാനിവിടെ ഇരുന്നിട്ട് ഇപ്പം എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പോലും പറ്റില്ല. പക്ഷേ ഇങ്ങനെ വറി ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമോ, ഉണ്ടാവില്ല. നാളെ പാസ്സാവണോ പാസ്സാവണ്ടയോ എന്നൊക്കെ ഓൾറെഡി ഡിസൈഡഡാണ്. ആ റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇന്നത്തെ ദിവസം ഈ ഒരു മൊമെൻറ്റ് എൻ്റെ കൂടെ കുഞ്ഞുവാവയും ഫാമിലി എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ അവരോടൊക്കെ എൻ്റെ ടെൻഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ, ഇല്ല. ഞാൻ വരുമ്പോൾ നമുക്ക് നോക്കാം. ഫെയിലായ എന്ത് ചെയ്യണം, വീണ്ടും ടെസ്റ്റ് എഴുതണം. പാസ്സായാൽ എന്ത് സംഭവിക്കും, പാസ്സായാൽ പാസ്സായി, അത്രയേ ഉള്ളൂ. അതിലപ്പുറത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു റിയാലിറ്റി മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ജീവിക്കാൻ. അത് ഏത് കാര്യത്തിലായിക്കൊള്ളട്ടെ, പ്രസൻറ്റിൽ ജീവിക്കാൻ വേണ്ടി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അത് പറയുമ്പോൾ സിമ്പിളാണ്, പക്ഷെ പ്രസൻറ്റിൽ ജീവിക്കാൻ പ്രാക്ടീസ് ചെയ്തൊക്കെ നമ്മൾ ജീവനുള്ള നമ്മളിപ്പോൾ ദാഹിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ വെള്ളം കിട്ടുമ്പോൾ നമ്മൾ കുടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു ആശ്വാസമല്ലേ, അതുപോലെയാണ് ജീവിതം എന്താണോ ആ ജീവിതത്തെ ജീവിതമായിട്ട് മനസ്സിലാക്കി ജീവിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തിയില്ലേ, അത് ഒരു സാറ്റിസ്ഫാക്ഷനും ആ ഒരു ലൈഫും അത് എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ അഡിക്ഷൻ ആയിരിക്കും നമുക്ക് ആ ഒരു ലൈഫിനോട്. അതുകൊണ്ട് നിങ്ങൾ പ്രസൻറ്റിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രാക്ടീസ് ചെയ്യാം.